ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ തേങ്ങാച്ചോറ് എങ്ങനെ റൈസ് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ. ഏതറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ കഴുകിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര അരി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം വെക്കാനായിട്ട്. അപ്പോൾ നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളം വെക്കണം. വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി അതുപോലെ ഒരു അരമുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങക്ക് ഉള്ളിക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും വെക്കുന്നവർക്ക് ഇതിൻ്റെ അളവൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കാണ് ഇതിൻ്റെ അളവൊക്കെ അറിയേണ്ടുള്ളൂ. മറ്റേത് നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റ് കൂടുതലായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ വേവ് കുറവുള്ള അരിയാണ് റൈസ് കുക്കറിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് അടുപ്പിക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. വരുന്ന സമയത്ത് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മഞ്ഞൾ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് വേവ് കറക്റ്റാണോ നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു 5-10 മിനിറ്റും കൂടെ എക്സ്ട്രാ ഒന്ന് അടച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം തുറന്നിട്ടുള്ളതാണ്. നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചൂടോട് കൂടിയാകുമ്പോഴാണ് കുറച്ച് കട്ടയായിട്ടുണ്ടാവുക. ചൂടാറിയതിന് ശേഷം നല്ല പോലെ തന്നെ ഓരോ റൈസും നല്ല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഏതറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. നല്ല നാടൻ തേങ്ങാച്ചോറ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.